മനോജ് സാറേ, ഈ വരുന്ന ഓഗസ്റ്റ് 2 ശനിയാഴ്ചയാണ് +1 ബാച്ചിൻ്റെ ഒന്നാമത്തെ മെഗാ ടെസ്റ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ +1 ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചോളം അവർ ആദ്യാനുഭവമാണ്. അപ്പോൾ എക്സാം കൺട്രോളർ എന്ന നിലക്ക് മനോജ് സാർക്ക് ഈ കുട്ടികളോടും രക്ഷിതാക്കളോടും എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യം മെഗാ ടെസ്റ്റിനെ കുറിച്ച് പറയാം. മെഗാ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മെഗാ ടെസ്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇപ്പം നമ്മൾ ഫിൻ ടെസ്റ്റ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇപ്പോൾ +2ൻ്റെ ഫിൻ ടെസ്റ്റ് കഴിഞ്ഞു, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിനിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫിൻ ടെസ്റ്റ് എന്നുള്ളതാണ്. ഫിൻ ടെസ്റ്റ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് 2 തുടങ്ങും. എല്ലാ ശനിയാഴ്ചകളിലും അടുപ്പിച്ച 4 ശനിയാഴ്ചകളിലായി, അതായത് ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 16, ഓഗസ്റ്റ് 25 ഇങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഫിൻ ടെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാഷ് ഇതിന് ശേഷം സൂചിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫിൻ ടെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്ന്, സാധാരണ മത്സര പരീക്ഷകൾ നടക്കുമ്പോൾ എഴുത്തു പരീക്ഷയുടെ ആ സമയത്ത് കുട്ടിയുടെ മൂഡ് എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് റിസൾട്ട് വരിക. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെയാണ് ഇതിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ആ കുട്ടി ആ ദിവസം എഴുതുന്ന പരീക്ഷയിൽ മാത്രമല്ല, നമ്മൾ ക്ലാസ് തുടങ്ങി ഇതുവരെയുള്ള ഒരു 10 ചാപ്റ്ററിൻ്റെ നോട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിലധികം ഉണ്ട്, പക്ഷേ നമ്മൾ 10 ചാപ്റ്ററാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കൃത്യമായി കുട്ടി എഴുതിയിട്ടുണ്ടോ, ആ കുട്ടിയായിരിക്കും 1ാം റാങ്കുകാരി അല്ലെങ്കിൽ 1ാം റാങ്കുകാരൻ. അതുപോലെ തന്നെ നോട്ട് ബുക്കിനോടൊപ്പം തന്നെ ക്ലാസ് ടെസ്റ്റ്, കൃത്യമായി ക്ലാസ് ടെസ്റ്റുകൾ എത്രണ്ണം, അത് കൃത്യമായി എത്രണ്ണം എഴുതിയിട്ടുണ്ട്, അതിൽ എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട്, അതുകൂടി നമ്മൾ പരിശോധിക്കും. അതുപോലെ തന്നെ അറ്റൻഡൻസ്. ഇപ്പോൾ നമ്മൾ +2ൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ അറിയാം, 1ാം റാങ്കുകാരിയായിട്ടുള്ള 2 ആൾക്കാരുണ്ട്. ഒന്ന് വണ്ടൂർ ബ്രാഞ്ചിലെ ഒരു കുട്ടിയുണ്ട്, നിലമ്പൂർ ബ്രാഞ്ചിലെ ഒരു കുട്ടിയുണ്ട്. അവർ നോക്കിയാൽ അറിയാം അറ്റൻഡൻസ് വളരെ കൃത്യമാണ്. അപ്പോൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന അറ്റൻഡൻസ് കൃത്യമായുള്ള, നോട്ട് ബുക്ക് കൃത്യമായി എഴുതിയിട്ടുള്ള, ക്ലാസ് ടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരിക്കും തീർച്ചയായും ഈ മെഗാ ടെസ്റ്റിലൂടെയും അല്ലെങ്കിൽ ഫിൻ ടെസ്റ്റിലൂടെയും 1ാം റാങ്കുകാരി അല്ലെങ്കിൽ 1ാം റാങ്കുകാരൻ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇതൊരു പബ്ലിക് എക്സാമിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കും. ഫോട്ടോ ഉള്ള ഹാൾ ടിക്കറ്റ് കുട്ടി കൊണ്ടുവരണം. അത് നേരത്തെ തന്നെ അതാത് ബ്രാഞ്ചുകളിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1.5 മണിക്കൂറാണ് ആകെ പരീക്ഷയുടെ സമയം. 1 മണിക്കൂർ 20 മിനിറ്റ് എഴുതാനും 10 മിനിറ്റ് കൂൾ ഓഫ് ടൈമും. ബയോളജി ചെറിയ വ്യത്യാസം ഉണ്ടാവും, 5 മിനിറ്റ് അധികം കൊടുക്കും. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഇൻവിജിലേറ്റേഴ്സാണ്, ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പുറത്തു നിന്നുള്ള ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കും പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ നിൽക്കുക. അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴാണോ പരീക്ഷ തുടങ്ങുന്നത് അതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടി ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ടാവണം. ഹാൾ ടിക്കറ്റ് നേരത്തെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ വളരെ സമയക്കുറവ് കാരണം വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതാത് ബ്രാഞ്ച് ഡയറക്ടറുമായും അതുപോലെ തന്നെ അഡ്മിൻ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ എത്ര ബുദ്ധിമുട്ടി എഴുതുന്നത് എന്തിനാണ് ഈ മെഗാ ടെസ്റ്റ്? അതിനെക്കുറിച്ച് മാഷൊന്ന് സൂചിപ്പിച്ചു കൊടുത്താൽ നന്നായിരിക്കും. മെഗാ ടെസ്റ്റ് പ്രധാനമായിട്ടും നമുക്കറിയാം, ഫിനിക്സിന് 6 ബ്രാഞ്ചുണ്ട്. അരീക്കോട് തൊട്ട് കരുവാരക്കുണ്ട് വരെ ഏതാണ്ട് 35-40 ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൽ തന്നെ ഏറ്റവും മികച്ച കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വലിയ മത്സര പരീക്ഷയാണ്. അപ്പോൾ മെഗാ ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടിയെ ഒരു വലിയ മത്സര പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള ശേഷി കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു സ്വാഭാവികമായ ബെനിഫിറ്റാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായി ഫിൻവേഴ്സ് മലപ്പുറം ജില്ലയിൽ തന്നെ +1 +2 റിസൾട്ടിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്ത് ഫിനിക്സ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഫിനിക്സിൻ്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും ടോപ്പേഴ്സ് പലപ്പോഴും ഫിനിക്സിലെ കുട്ടികളാവുന്നത് യാദൃശികമായ ഒന്നല്ല, അത് ഈ മെഗാ ടെസ്റ്റിൻ്റെ ഔട്ട്പുട്ട് കൂടെയാണ്. തീർച്ചയായിട്ടും അതെ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അതാത് ബ്രാഞ്ചുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മെയിൻ ഷീറ്റ് അവിടെ നിന്ന് കിട്ടും. മെയിൻ ഷീറ്റിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റുള്ള രജിസ്റ്റർ നമ്പർ കൃത്യമായി അതാത് കള്ളികളിൽ രേഖപ്പെടുത്തണം. പിന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നോക്കി കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ എത്ര അഡീഷണൽ ഷീറ്റ് ഉപയോഗിച്ചു അത് നിങ്ങൾ എഴുതണം. മെയിൻ ഷീറ്റിൽ 1ാമത്തെ പേജിൽ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തി 2ാമത്തെ പേജിൽ എഴുതാൻ പാടില്ല. 3ാമത്തെ പേജ് മുതലാണ് എഴുതേണ്ടത്. മെയിൻ ഷീറ്റും അഡീഷണൽ ഷീറ്റും കൃത്യമായി രേഖപ്പെടുത്തി ക്ലാസ്സിലുള്ള ഇൻവിജിലേറ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം ഗൗരവമായി നിങ്ങൾ ഈ പരീക്ഷ എടുക്കുന്നുണ്ടെന്ന് അറിയാം. രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല കുട്ടിയാവട്ടെ നമ്മുടെ 1ാം റാങ്കുകാരി എന്നുള്ളത് അല്ലെങ്കിൽ 1ാം റാങ്കുകാരൻ എന്നുള്ളത് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. എല്ലാവർക്കും ആത്മാർത്ഥമായ പരീക്ഷാശംസകൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.